ഹായ് നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇവിടെ ഇന്നത്തെ കുഞ്ഞു വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ രാവിലെ തന്നെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അതൊക്കെ കഴിഞ്ഞാണ് ഈ വീഡിയോസൊക്കെ എടുക്കാൻ തുടങ്ങിയത്. അപ്പോൾ 2-3 ദിവസമൊക്കെ ആയി പുറത്തോട്ടൊക്കെ ഒന്ന് ഇറങ്ങി എല്ലാം നോക്കുകയൊക്കെ ചെയ്ത് തിരക്കായിപ്പോയി. അപ്പം പച്ചക്കറിയൊക്കെ അവിടെ ഇവിടെയൊക്കെ ഒരു കുറച്ചൊക്കെ ഉണ്ട്. അപ്പോൾ അതെല്ലാം ഒന്ന് പറിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതിൽ നിന്നൊക്കെ എല്ലാം പഴുത്തൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ ഉണ്ടല്ലോ പച്ചക്കറി പിന്നെ കായൊക്കെ പിടിക്കാനായിട്ട് ചെറുപ്പാട് നമ്മളെ പച്ചക്കറിയാണേലും ഈ തെങ്ങാണേലും പ്ലാവാണേലും ഒക്കെ ഉണ്ടല്ലോ നമ്മളത് വിളഞ്ഞു കഴിഞ്ഞ് അത് പറിച്ചെടുക്കാതെ അതേ ഇട്ട് പഴുപ്പിച്ച് അപ്പടി കളഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ പിന്നെ അതിൽ പിന്നെ കായ്ക്കാനായിട്ട് ഭയങ്കര പാടാണ്. അപ്പോൾ ഇതിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറേ കോവയ്ക്കൊക്കെ പഴുത്തൊക്കെ കിടപ്പുണ്ട്. അതെല്ലാം പറിച്ചൊക്കെ കളഞ്ഞു. എന്നിട്ട് ബാക്കിയുള്ളതൊക്കെ ഞാനിങ്ങനെ അത്യാവശ്യം വീട്ടിലേക്ക് ഇന്നത്തേക്ക് വേണ്ടതൊക്കെ ഒന്ന് പറിച്ചെടുക്കുവാണേ. അപ്പോൾ കോവയ്ക്ക കുറേ ഉണ്ട് പറിക്കാനായിട്ട്. അപ്പോൾ വിഷുവിൻ്റെയൊക്കെ ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് എല്ലാവരും അവരവരുടെ പണിയിലേക്ക് വീണ്ടും പതിയെ പോലൊക്കെ തന്നെ തിരിച്ചു വന്നു. സത്യം പറഞ്ഞാൽ ഒരു ദിവസമൊക്കെ ആണെന്ന് പറഞ്ഞാലും ഉണ്ടല്ലോ നമ്മളിങ്ങനെയൊക്കെ കുറച്ച് തിരക്കായി കഴിഞ്ഞാൽ ഉണ്ടല്ലോ നമുക്ക് ഭയങ്കര ഇതാക്കി പിറ്റേ ദിവസം നമ്മൾ മുറ്റത്തോട്ടൊക്കെ ഇറങ്ങുമ്പോണ്ടല്ലോ വർഷങ്ങളായി മുറ്റത്തോട്ട് നമ്മൾ ഇറങ്ങിയിട്ടും തോന്നും അതുപോലെ തോന്നിപ്പോവും. ഇപ്പം കഴിഞ്ഞ ദിവസം മഴയത്തും എല്ലാം ആയിട്ട് നല്ല പോലെ കരിയിലയും എല്ലാം കിടപ്പുണ്ട്. മുറ്റമൊക്കെ തൂക്കാനായിട്ടുണ്ട്. അപ്പം മഴയൊക്കെ ഇനി വൈകിട്ട് ഉണ്ടോ ഇല്ലയോ എന്നറിയത്തില്ല. കഴിഞ്ഞ ദിവസത്തെ ആ കാറ്റിന് നല്ല പോലെ ഇലയൊക്കെ വീണിട്ടുണ്ട്. അന്ന് വൈകിട്ട് എല്ലാം തൂത്തൊക്കെ വൃത്തിയാക്കി ഇട്ടതായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്കാണ് അത്രയും കാറ്റും മഴയെല്ലാം വന്ന് ഇനി അതെല്ലാം ഒന്ന് വൃത്തിയാക്കിയൊക്കെ എടുക്കണം. അപ്പം ഇവിടുത്തെ കോവയ്ക്കെല്ലാം കുറച്ചൊന്ന് പറിച്ചെല്ലാം കഴിഞ്ഞിട്ട് വേണം. നമ്മുടെ പയർ അപ്പുറത്ത് നട്ടിട്ടുണ്ട്, അവിടുത്തെയും കൂടെ പറിക്കണം. അപ്പോൾ പയറെന്നൊക്കെ പറഞ്ഞാൽ ഇഷ്ടം പോലെ ഉണ്ടാകുന്നുണ്ട് കേട്ടോ. പക്ഷേ അതുപോലെ തന്നെ പുഴു തിന്നുന്നുണ്ട്. പുഴു തിന്നുന്നു പറഞ്ഞാൽ നമ്മുടെ ചോനൽ വന്നാണ് ഇവിടെ എല്ലാത്തിനെയും ആക്കുന്നത്. മൊത്തം കുളമാക്കി നശിപ്പിച്ച് നാരണക്കല്ലാക്കുക എന്നൊക്കെ പറയലേ അതുപോലൊക്കെ ആക്കിയാണ് തരുന്നത് കേട്ടോ. പിന്നെ ഉള്ള പയറൊക്കെ പറിച്ചെടുത്ത് പിന്നെ ഈ പുഴു ഇല്ലെങ്കിൽ ഉണ്ടല്ലോ തത്ത വന്ന് മാനമായിട്ട് തിന്നുകയും ചെയ്യും. എന്നതെങ്കിലുമൊക്കെ കൊണ്ട് നമുക്കൊരു ശല്യവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ എന്നാന്ന് ചോദിച്ചാൽ പച്ചക്കറി നടുമ്പം അതിൽ നിന്ന് ഒരു പയറാണെങ്കിലും പറിക്കുമ്പോൾ ഒരു സന്തോഷം. നമ്മൾ നട്ട ഒരു പയർ പറിച്ചത് ഇത്രയും കിട്ടി കേട്ടോ. നമുക്ക് തോരൻ വെക്കാനുള്ളതുണ്ട്. ഇത് വലിയ സൈസ് പയറാണേ, അതുകൊണ്ട് നമുക്ക് അത്രയും മതി തോരൻ വെക്കാനായിട്ട്. പിന്നെ കുറേ പച്ചമുളകൊക്കെ നിൽപ്പുണ്ടായിരുന്നു, അതും എല്ലാം പറിച്ചൊക്കെ എടുത്ത് കേട്ടോ. കുറേ ഉണ്ടായിരുന്നു പച്ചമുളക്, പഴുത്തൊക്കെ പോയായിരുന്നു. അതും എല്ലാം പറിച്ച് ഇനി അതെല്ലാം കൂടി എടുത്ത് കുറച്ച് മെഴുക്കുവരട്ടിക്കും തോരനും ഒക്കെ എല്ലാം അരിഞ്ഞെടുക്കണം. അരി എടുപ്പിട്ടു, അത് തിളച്ചോണ്ടിരിക്കുന്നു. ബാക്കി പിന്നെ കറിയൊക്കെ ഉണ്ടാക്കാനായിട്ട് കോവയ്ക്കൊക്കെ പറിച്ചത് നമ്മുടെ സ്വന്തം കോവലയിലെ കോവയ്ക്കാണ് മെഴുക്കോട്ട് കണ്ടെടുക്കുന്നത്. കോവയ്ക്കയും പച്ചമുളകും കൂടെ അരിഞ്ഞാണിത്. തവി എടുക്കട്ടെ. അപ്പം കോവയ്ക്ക മെഴുക്കോട്ട് വെക്കാനായിട്ട് ഇനി ഇതിലേക്ക് ഉപ്പും കൂടി ഇട്ട് ഇതിവിടെ നിന്ന് വേകട്ടെ. ഉപ്പിട്ടില്ല, ഇടാൻ പോകുന്നേ ഉള്ളൂ. കോവയ്ക്ക മെഴുകുവരട്ടിയൊക്കെ റെഡിയായി കേട്ടോ. പിന്നെ ഇനി മീൻ വറുക്കാനായിട്ട് തുടങ്ങുന്നു. പിന്നെ നമ്മുടെ സ്വന്തം പയറും പച്ചമുളകും നമ്മുടെയാണ് കേട്ടോ, നമ്മുടെ സ്വന്തമാണ്. പിന്നെ എല്ലാവരുടെയും വിഷു ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നതേ? നല്ല ആഘോഷിച്ചു എല്ലാവരും നല്ലതായിട്ട്. നമ്മുടെ സ്വന്തം കടുകും കൂടി ഇടാം. തീ ഓഫ് ചെയ്തേക്കുമായിരുന്നു. ഞാനത് ഒരു കോൾ വന്നപ്പോഴത്തേക്ക് തീ ഓഫ് ചെയ്തതാ. എണ്ണ ചൂടായപ്പോഴത്തേക്കും ഓണാന്ന് ഓർത്തോണ്ട് അങ്ങോട്ടിട്ട്. ഒരു വെളിവുമില്ല. ആരായിരുന്നു നമ്മുടെ ആരോ പറഞ്ഞു ബാബുച്ചേട്ടൻ നോട്ടം പോയി കഴിഞ്ഞപ്പോൾ മീനായിക്ക് തിരക്ക് വെളിവില്ലെന്ന്. ഇന്ന് ബാബുച്ചേട്ടൻ ഇവിടെ ഉണ്ട് കേട്ടോ. ബാബുച്ചേട്ടൻ നോട്ടം പോയിട്ടില്ല, ഇവിടെ ഉണ്ട്. പിന്നെ എന്നായിരുന്നു വിഷു ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? എല്ലാവർക്കും കഴിഞ്ഞിട്ടൊക്കെ ഒരുപാട് കിട്ടിയോ? എനിക്ക് കിട്ടിയത് 700 രൂപ കിട്ടി കേട്ടോ. എനിക്ക് അച്ഛൻ്റെ കയ്യിൽ നിന്ന്, ബാബുച്ചേട്ടൻ്റെ കയ്യിൽ നിന്ന്, പിന്നെ അനിയൻ തന്നു കേട്ടോ. അവനും കൈനീട്ടം തന്നു. അങ്ങനെ കൈനീട്ടം കിട്ടിയത്. പിന്നെ അമ്പലത്തിലൊക്കെ പോയി, അതൊക്കെയായിരുന്നു വിശേഷങ്ങളൊക്കെ. പിന്നെ നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ഞാൻ അച്ചുവിൻ്റെ പഴയ വളയൊക്കെ എടുത്ത് വെച്ചതിന് എന്നോട് ആരാ പേര് പറഞ്ഞു ഞാൻ അവസാനം പറയാം കേട്ടോ. പറഞ്ഞ് നോക്കണം, ഞാൻ വിട്ടുപോയതാ. എനിക്കെല്ലാം ഓർമ്മയാണല്ലോ, അതുകൊണ്ട് പിന്നെ എല്ലാവരുടെയും പേരൊക്കെ ഞാൻ വിട്ടു പോകുമല്ലോ.
മറ്റേ ഒരു സിനിമയുണ്ടല്ലോ ഉർവശിയുടെ സിനിമയ്ക്കകത്ത് ഉർവശി ഇങ്ങനെ പഴയ ബ്രഷ് ആദ്യമായിട്ട് മാവിലൊന്ന് കല്ല് അങ്ങനെയൊക്കെ സൂക്ഷിച്ച് വെക്കുന്ന പോലെയാണോ ഉർവശി ചേച്ചിയുടെ അസുഖമാണോ ഗീനായിക്കെന്ന് ചോദിച്ചു. എനിക്ക് തോന്നുന്നത് നമ്മുടെ പേര് ഓർമ്മയുണ്ട്, ആ ഇതിട്ടേക്കെന്ന് എനിക്ക് ഓർമ്മയുണ്ട്. പക്ഷേ പേരെന്താണ് വിട്ടുപോയെ, പ്രൊഫൈൽ ഇട്ടേക്കെന്ന് എനിക്ക് ഓർമ്മയുണ്ട്. പക്ഷെ പേരെന്ന് വിട്ടു പോകുന്നു. അത് നോക്കിയിട്ട് പറയാം ആണെന്ന് ചോദിച്ചു. അങ്ങനൊന്നും ഇല്ലെന്നേ. ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ആദ്യം ഒരു കുഞ്ഞുണ്ടായി, എനിക്ക് നഷ്ടപ്പെട്ടു പോയത്. അത് ഇച്ചിരി വെള്ളം എടുക്കണേ. അത് നഷ്ടപ്പെട്ട് പോയി കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ, എനിക്ക് അച്ചു ഉണ്ടായി കഴിയുമ്പോഴത്തേക്ക് പിന്നെ ഇവളുടെ സാധനങ്ങളെല്ലാം എടുത്ത് വെക്കുക, അതൊക്കെ എനിക്കൊരു ഭയങ്കര സന്തോഷമായിരുന്നു. അങ്ങനെ എടുത്ത് വെച്ചതാണ് കേട്ടോ. അല്ലാതെ ഞാൻ അതുപോലല്ല, അങ്ങനെ എല്ലാം ഒന്നുമില്ല. ചെരുപ്പൊക്കെ കുറേ നാളൊക്കെ സൂക്ഷിച്ച് വെച്ചിരുന്നു. പിന്നെ അതൊക്കെ പോയി. പിന്നെ ഈ വളകളൊക്കെ, കൊച്ചു പെൺപിള്ളേരുടെ വളകളൊക്കെ നല്ല ഭംഗിയല്ലേ കാണാനായിട്ട്. ആ വളയൊക്കെ ഇന്നും എടുക്കുമ്പോഴുണ്ടല്ലോ എനിക്ക് എൻ്റെ അച്ഛൻ്റെ കുഞ്ഞിലത്തെ കൈയൊക്കെ എനിക്ക് ഓർമ്മ വരും കേട്ടോ. കൈ കൊണ്ടുള്ള ഓരോ സാധനങ്ങൾ എടുക്കലും ഒത്തിരി വളയുണ്ടായിരുന്നു അച്ഛനും. ഒത്തിരി എല്ലാവരും മേടിച്ചു കൊടുക്കുമായിരുന്നു കേട്ടോ. ദീപാച്ചി, ഞാന്, അമ്മ, ഞങ്ങളെല്ലാവരും മേടിക്കുന്നു. പിന്നെ ജയിൻചേട്ടൻ, മൂത്ത ചേട്ടനും വളയൊക്കെ ഒരുപാട് മേടിച്ചോണ്ട് വരുന്നു. എവിടെ കണ്ടാലും അച്ഛനുള്ള സാധനങ്ങൾ മേടിച്ചോണ്ട് വരുന്നു. അതുകൊണ്ട് ഒത്തിരി വളകളുണ്ടായിരുന്നു. വളയും ഡ്രസ്സും ഉണ്ടായിരുന്നു. അപ്പോൾ ഇഷ്ടം പോലെ ഡ്രസ്സും ഉണ്ടായിരുന്നു. അത് പിന്നെ ഡ്രസ്സ് മേടിക്കുന്ന ദീപാച്ചി മേടിക്കും, ഞാൻ ബാസർ മേടിക്കും, പിന്നെ ജയൻചേട്ടൻ മേടിക്കും, ദീപു മേടിക്കും, അമ്മ മേടിക്കും. അങ്ങനെ എല്ലാവരും മേടിക്കുന്നുണ്ട്. അച്ഛന് ഡ്രസ്സൊക്കെ ഒരുപാടായിരുന്നു അച്ഛന്. അത് ഇവിടുത്തെ ആദ്യത്തെ കുഞ്ഞല്ലേ, അതും പെൺപിള്ളേരില്ലാതിരുന്നൊരു പെൺകൊച്ചിനെ കിട്ടിയതിൻ്റെ സന്തോഷമായിരുന്നു എല്ലാവർക്കും. ചേട്ടനൊക്കെ 3 ആൺപിള്ളേരേ ഉള്ളൂ. അപ്പോൾ അവർ പെൺപിള്ളേരില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് പെൺപിള്ളേരെന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമായിരുന്നു അവർക്കെല്ലാം. അങ്ങനെ സൂക്ഷിച്ച് വെക്കുന്നതായിരുന്നു കേട്ടോ. പിന്നെ ഇനി എന്താണ്, പിന്നെ നമ്മുടെ നിത്യ പറഞ്ഞു സാരി ഉടുക്കുന്നത് നല്ലതാണ്. ഞാൻ സാരി ഉടുക്കും കേട്ടോ. പക്ഷെങ്കിൽ എനിക്ക് വണ്ണം ആയതുകൊണ്ടായിരുന്നു, ഞാൻ മടിയായിരുന്നു ഒരുമാതിരി. എന്നതാണ് ഈ വണ്ണം ഭയങ്കരമായിട്ടുള്ളതുകൊണ്ട് ഒത്തിരി മാറി കേട്ടോ. വണ്ണം ഒത്തിരി കുറഞ്ഞു. വണ്ണം ഉള്ള സമയത്ത് ഞാൻ സാരി ഉടുത്തിച്ചു പിന്നെ ചുരിദാർ എടുത്തിട്ടുകൊണ്ട് പോകുമായിരുന്നു. കാര്യം സാരി എടുക്കുമ്പോഴത്തേക്ക് ഒരുമാതിരി ബീപ്പക്കുറ്റി മാതിരി ഇരിക്കുമായിരുന്നു. അന്ന് ഒരു കോള് മാതിരി ഇരിക്കുമായിരുന്നു. നമുക്ക് പൊക്കം തോന്നുകയില്ല ഈ വണ്ണം ഭയങ്കരമായിട്ട് വന്നു കഴിയുമ്പോഴത്തേക്കും. അതുകൊണ്ട് എനിക്കങ്ങ് മടിയായിരുന്നേ, ഉടുക്കത്തേ ഇല്ലായിരുന്നു. പിന്നെ ഇപ്പൊ വണ്ണം കുറയും തുടങ്ങിയപ്പോഴത്തേക്ക് നോക്കാൻ എനിക്കൊരു വശവും ഉണ്ട്. മറ്റേ ഉടുത്താലും അങ്ങോട്ട് ശരിയാകത്തില്ല. അങ്ങനെയൊക്കെയായിരുന്നു. പിന്നെ എന്നതാ, പിന്നെ നമ്മുടെ ഇന്നത്തെ കറി എന്നൊക്കെ പറഞ്ഞാൽ കുഴക്കാൻ മെഴുക്കാക്കി പയറ് തോരന്ന് വെച്ചു, മീൻ വറക്കാൻ ഇട്ടു, പിന്നെ തൈര്. ഇത് ഇനി ഒന്ന് അടിച്ചു എടുക്കണം മിക്സിയിലിട്ട്. തേങ്ങ അരച്ചെടുക്കണം, ഇത് അടിച്ചെടുക്കണം. അതും കൂടെ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ രാവിലത്തെ കറിയൊക്കെ ആകും. കണ്ണൻ ഇതുവരെ പോയി ട്യൂഷൻ കഴിഞ്ഞ് വന്നിട്ടില്ല കേട്ടോ. ഇതിപ്പോൾ നേരത്തെ ചോറും കറിയും എല്ലാം റെഡിയാകും. അച്ഛൻ എൻ്റെ കൂടെ അടുക്കളയിലുണ്ടായിരുന്നു, അവിടെ എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ടുണ്ടായിരുന്നേ. ഇപ്പം ഞാൻ വീഡിയോ എടുക്കുന്നവരോട് പാത്രമൊക്കെ എടുത്ത് വെക്കുകയും രാവിലെ കാപ്പി കുടിച്ച് പാത്രം കഴുകുകയായിരുന്നു. അപ്പം അതെല്ലാം കൂടെ ആയപ്പോഴത്തേക്ക് അച്ഛന് ഇവിടെ സൗണ്ട് വീഡിയോ വരും, അതിന് അവിടെ നിന്ന് പോയിരുന്നതാണ്. ഞങ്ങൾക്ക് വിഷുവിൻ്റെ തലേദിവസമൊക്കെ ഭയങ്കര മഴയെന്ന് പറഞ്ഞാൽ ഭയങ്കര മഴയായിരുന്നു കേട്ടോ. കാറ്റും മഴയും ഒക്കെയായിരുന്നു. അതിൻ്റെ ഒരു ഇപ്പോഴും മണ്ണിനൊക്കെ നല്ലതാണ്. പക്ഷെ എന്നാലും ചൂടിന് ഒരു കുറവുമില്ലത്. ഭയങ്കര ചൂട്. ഇന്നലെ രാത്രിയിലൊന്ന് പെയ്തു. ഇങ്ങനെ വലിയ മഴയെന്നൊന്നും പറയാൻ പറ്റത്തില്ല. ചെറിയ മഴയൊക്കെ, അത് ചെറിയ മഴയാണ് ഇന്നലെ പെയ്തത്. പക്ഷെ ചൂട് എല്ലാവരും മിക്കയിടത്തും മഴയൊക്കെ പെയ്തെന്ന് എല്ലാവരും പറയുന്നതായിരുന്നു കേട്ടോ.
പയറ് നല്ലപോലെ വിളഞ്ഞു പോയായിരുന്നു. ഇന്നലെ പറിക്കേണ്ടതായിരുന്നു. ഇന്നലെ ഒന്ന് വെള്ളോട്ട് അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നപ്പോൾ എൻ്റെ ചൂടും ഒക്കെ കേട്ടതിൽ പിന്നെ വെള്ളോട്ട് ഇറങ്ങിയില്ല. ഞാൻ ഇനി ഇതിനൊക്കെ ഒന്ന് അരച്ചോണ്ട് വരട്ടെ. പയറ് തോരനരിക്കണം, പിന്നെ മോരുകറിക്ക് അരക്കണം. അപ്പം അതെല്ലാം ഒന്ന് അരച്ച് വെച്ച് ഞാൻ വരാമേ. പയറ് തോരൻ വെക്കാനുള്ളതെല്ലാം ഞാൻ അരച്ച് പയറത്തേക്ക് വെന്തായിരുന്നേ. ഇന്നലെ ഞാനത് ഓഫ് ചെയ്ത് വെച്ചായിരുന്നു പോയത്. അല്ലെ എടുത്തോണ്ട് വരുമ്പോഴത്തേക്ക് അത് മൊത്തം അടിക്ക് പിടിക്കും. അതുകൊണ്ട് പയറ് തോരന് ഓഫ് ചെയ്തിട്ട് പയർ വെന്ത് ഓഫ് ചെയ്തിട്ട് അതിലേക്ക് ഇനി അരപ്പെല്ലാം കൂടെ ചേർത്തു. വീണ്ടും നമ്മുടെ കറിവേപ്പിലയ്ക്ക് പഞ്ഞമായി കേട്ടോ. ഓക്കെ, എന്നാ പറയുക, നമ്മൾ വീട്ടിൽ നട്ട് പറിച്ച് തോരൻ വെക്കുന്ന പയറിന് പ്രത്യേക രുചിയാണ് കേട്ടോ. എനിക്കത് അതിനകത്ത് വലിയ മരുന്നൊന്നും തളിക്കാതെ പിന്നെ വലിയ വളമൊന്നും ഇടാതൊക്കെ ആയതുകൊണ്ടായിരിക്കും. ഞാൻ ഇപ്രാവശ്യം കൊന്നച്ചവർ മാത്രമാണ് പയറിന് വളമായിട്ട് ഇട്ടേക്കുന്നത്. ഇന്ന് പോകണം ഒന്ന് കടയിൽ പോയി, വളക്കടയിൽ പോയി ഇച്ചിരി വളം മേടിക്കണം, ഇച്ചിരി ചാണകപ്പൊടി മേടിക്കണം. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. പോകണമെന്ന് കേട്ടോ. എങ്ങനെയാണെന്നൊന്നും അറിയത്തില്ല. മഴയൊന്നും ഇല്ലെങ്കിൽ ചിലപ്പോൾ പോകും. തിരക്കിന് ഇതുവരെ വന്നില്ല. സമയം എന്നെ ആയോ? മോരുകറിക്കുള്ള മുളകൊക്കെ വെന്ത് കേട്ടോ. വെന്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് അതിലേക്ക് ഞാൻ തേങ്ങയും എല്ലാം അരച്ച കൂടെ തന്നെ ഞാൻ ഈ മോരും കൂടെ അടിച്ചെടുക്കുവേ. മോരല്ല, തൈര്. തൈരും കൂടെ അടിച്ചെടുത്ത് എന്നിട്ട് ഇനി ഇതൊന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്ക് ഇതിലേക്ക് കടുക് വറുത്തും കൂടെ ചേർത്ത് മോരുകറി റെഡിയാകും. ഉപ്പ് ചേർക്കണം ഇതിനകത്തേക്ക്. പുളിയുള്ളതാണെങ്കിലും നോക്കില്ല, ചില സമയത്ത് കിട്ടും ഒട്ടും പുളിയില്ലാത്ത തൈര് കിട്ടുന്നേ. പുളിയൊക്കെ ഉണ്ട്. പിന്നെ ഇതൊന്ന് ചൂടാക്കി ഇതിലേക്കൊന്ന് കടുക് വറുക്കണം. കടുക് കൂടെ വറുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ചോറിനുള്ള കറി എല്ലാം റെഡിയായി. പിന്നെ ചോറൊന്ന് തിളപ്പിക്കണം, ഊറ്റണം. ഇത്രയേ ഉള്ളൂ പണിയൊക്കെ. വലിയ ജോലിയൊന്നും ഇല്ലായിരുന്നു. രാവിലെ തന്നെ ഗ്യാസ് തീർന്നു പോയേ. ഞാൻ കഴിഞ്ഞ ദിവസം തൊട്ടേ പറഞ്ഞാൽ ഗ്യാസ് എടുത്ത് വെക്കണമെന്ന്. ഇവിടെ ഒന്ന് വെക്കാം എന്ന് പറഞ്ഞിരുന്നു. ലാസ്റ്റ് ഗ്യാസ് തീർന്നു. പിന്നെ അമല എടുത്തുനിന്നാണ് രാവിലെ ഗ്യാസ് കുറ്റി എടുത്തുകൊണ്ട് വന്നത്. എന്നിട്ട് ഇനി അവർക്ക് എടുത്തു കൊടുക്കണം. കണ്ണു വന്ന ഈ ട്യൂഷൻ കഴിഞ്ഞ് അവിടെ ആങ്ങളെ കണ്ണും കൂടെ ഭയങ്കര ചർച്ചയിലാണ്. അടിയാകാതിരുന്നാൽ മതി ചർച്ചയൊക്കെ. ഇവർ ചർച്ച ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ ഇത്രയും അടിയിലേ വീഴുള്ളൂ. മോരുകറിക്കുള്ള കടുക് വറുക്കാനായിട്ട് ഇവിടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി എല്ലാവർക്കും കഴിക്കാൻ കൊടുക്കാം. സമയമൊന്നും ആയില്ല കേട്ടോ. സമയം എന്നായി? 11:30 കടുക് നമ്മളെ പറിച്ച് വെച്ച കടുകിനകത്ത് കുറച്ചുണ്ടാവും. അതിൻ്റെ ആ ഒരു ഇതുണ്ട് പൊടി, ഈ തണ്ടയിൽ
അത് എണ്ണയ്ക്കകത്ത് ഇപ്പോൾ പൊങ്ങി വന്നിരിക്കുന്നത്. ഇതിനകത്തോട്ട് കടുകിട്ടു. കടുകിനകത്തോട്ട് നമുക്കിനി ഉള്ളിയും മുളകും ഇടാം. പൊട്ടിയിട്ടിടാം അല്ലേ. സ്വന്തം നട്ട് കിളിപ്പിച്ച് എടുത്ത കടുകിൽ പൊട്ടുന്ന കേൾക്കുമ്പോൾ ഒരു സുഖമല്ലേ. കണ്ടോ, ഓരോ ആത്മസുഖം. നിങ്ങൾ കേട്ടോ കടുക് പൊട്ടുന്ന സൗണ്ട്. ഞാൻ ഈ പിള്ളേർ അവിടെ കിടന്ന് ഭയങ്കര ബഹള. തന്ത കിടന്ന് ഉറങ്ങുക. രണ്ടെണ്ണം അവിടെ കിടന്ന് ടി വിയും വെച്ചോളന്നില്ല. ഞാൻ ഇപ്പോൾ ഉലുവായിരുന്നു ഇട്ടുകൊണ്ടിരുന്നത്. ഉലുവാടെ ടീനൊക്കെ എവിടെയാണെന്ന് പോലും കണ്ടില്ലേ. അച്ചുവിൻ്റെ അടുക്കിപ്പറക്ക ശകലം ഉലുവാപ്പൊടി അങ്ങിട്ടു. എനിക്ക് ഉലുവ ഇടുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഈ മോരുകറിക്കകത്ത് അതിങ്ങനെ ഒരു മരി കിടുകിട കടിക്കുകയില്ല. നല്ല മൂപ്പിച്ചങ്ങോട്ട് ഇട്ട് കഴിയുമ്പോഴത്തേക്കാണ് അങ്ങനെ നമ്മുടെ ലാസ്റ്റ് സ്റ്റേജായി. മുളക് പൊടിയും കൂടെ ചേർത്താൽ നമുക്ക് മോരുകറിക്കുള്ള കടുക് വറുത്തും കൂടെ കഴിയും. ഞാൻ ഇളക്കിയില്ല കേട്ടോ ഇത്ര നേരമായിട്ട് അതിനകത്ത്. പക്ഷേ അതെല്ലാം മൊരിയുന്നുണ്ട്. പിന്നെ ഇളക്കേണ്ട കാര്യമില്ലല്ലോ. കരിയുന്നൊന്നുമില്ല, മൊരിയുന്നുണ്ട്. ഇപ്പം നമ്മുടെ മോരുകറിക്കകത്തോട്ട് ഇനി ഇത് ഒഴിക്കുമ്പോൾ ഒരു സൗണ്ട് ഉണ്ട്. അതും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആഹാ, അങ്ങനെ മോരുകറി സെറ്റായി. ഇനി ഞാൻ ചോറും കൂടെ ഒന്ന് ഊറ്റണം. ഞാൻ എപ്പോഴും ഇങ്ങനെ കേട്ടോ കുക്കറിനകത്ത് എടുത്ത് ചോറ് വെച്ചാലും ഞാൻ ഒന്നും കൂടെ ഒന്ന് തിളപ്പിച്ചേച്ച് ഊറ്റത്തോളെ. അങ്ങനെ തിളപ്പിച്ച് ഊറ്റുമ്പോൾ ഉള്ള ഗുണം എന്ന് വെച്ചാൽ ഈ ചില സമയത്ത് നമ്മൾ ചോറ് ഇങ്ങനെ കുക്കറിൽ നിന്ന് എടുത്ത് അതുപോലെ തന്നെ ഊറ്റുമ്പോഴത്തേക്ക് അതിനകത്തോട്ട് കുറച്ച് കഴിയുമ്പോൾ നോക്കുമ്പോഴത്തേക്കുണ്ടല്ലോ ഒരുമാതിരി വെള്ളം വിട്ടിരിക്കുന്നത്. അതിങ്ങനെ നമ്മൾ തിളപ്പിച്ചേച്ച് ഒന്നെടുത്ത് ഊറ്റാനുണ്ടല്ലോ ശകലം പോലും വെള്ളം വിട്ടിരിക്കത്തില്ല. നമ്മൾ വിറകടുപ്പി വെച്ച് വേവിച്ച മാതിരി തന്നെ ഇരിക്കും. അപ്പോൾ ഇത് നമ്മുടെ പെട്ടെന്ന് വേകുന്ന അരി കേട്ടോ, അതുകൊണ്ട് ഒരുപാട് താമസമൊന്നുമില്ല. ഇനി ഇതും കൂടെ ഒന്ന് ഊറ്റി വെച്ച് അച്ചു അത് കഴിയുമ്പോൾ ഇനി അടുക്കളയിട്ട് കയറുവാണ്. വേണ്ട ഇത്രയൊരു പാത്രം ഞാനും മേടിച്ചു കേട്ടോ, കഞ്ഞി ഊറ്റാണ്ട്. എനിക്ക് ഇങ്ങനത്തെ പാത്രമില്ലായിരുന്നേ. ഞാൻ അല്ലാതെ പാത്രത്തിൽ ഊറ്റി വെക്കും. മിക്കപ്പോഴും തെന്നി താഴെ പോവുകയൊക്കെ ചെയ്യുന്നു, അങ്ങനെ ചോറ് പോവുകയൊക്കെ ചെയ്യുന്നു. പിന്നെ ഞാൻ ഊറ്റി വെച്ച് അന്നേരം എന്നെ എടുത്ത് അടുപ്പ് വെച്ച് ഒന്നും കൂടെ തീ കത്തിച്ച് വെള്ളം പറ്റിച്ച് അങ്ങനെയൊക്കെ ആയിരുന്നു എടുക്കുന്നത്. എന്നായിരുന്നു വിഷുവിൻ്റെ തലേദിവസം ഞങ്ങൾ കടയിൽ പോയി പറഞ്ഞില്ല. ഞാൻ എന്നും മറന്നു പോകും. ചേട്ടനോട് ഞാൻ പറയുവേ, എന്നിട്ട് പറയും ചേട്ടൻ മേടിച്ചില്ലല്ലോ എന്നൊക്കെ പറഞ്ഞത്. കൂടെ പോയാലും ഞാൻ മറന്നു പോകുന്ന കാര്യമാട്ടോ ഇതൊക്കെ. അപ്പോൾ എന്നോട് പറഞ്ഞിട്ട് നിനക്ക് ഇങ്ങനെ ഒരു പാത്രം വേണം. പക്ഷെ ഇങ്ങനത്തെ ഞാനൊന്നും ചേട്ടൻ അറിയത്തില്ല. അതിന് ഇതാണോ നീ ഉദ്ദേശിച്ച സാധനം എന്ന് ചോദിച്ചാൽ പിന്നെ ഇത് തന്നെ ഞാൻ ഉദ്ദേശിച്ച സാധനം. അതുകൊണ്ട് ഇനിയിപ്പോൾ ഇവിടെ വെച്ചാണെങ്കിൽ എനിക്കിത് ഊറ്റിയിടാം. ഇത് പുതിയ പാത്രം കഴിഞ്ഞ് ഇന്നലെ ചോറ് വെച്ചപ്പോൾ അതിനകത്തോട്ട് ഊറ്റിയത്. ഇനിയിപ്പം ഇന്ന് തൊട്ട് ഇനി ഇതിനകത്ത് ഊറ്റാനായിട്ട് എളുപ്പമുണ്ട്. മറിഞ്ഞു പോകുന്നു, പേടിക്കേണ്ട. നമ്മുടെ കുട്ടനാടൻ പാത്രം മേടിച്ചപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു എനിക്ക് മേടിക്കണമെന്ന്. പുള്ളിക്കാരി മേടിച്ചിട്ട് എനിക്കൊന്നിപ്പോൾ 5-6 മാസമായിരുന്നു. ഇപ്പോഴും ഞാൻ എന്നിട്ട് മേടിക്കുന്നു. നല്ല ചൂടാണ് കേട്ടോ അടുക്കളയിൽ ജോലിയെല്ലാം കഴിഞ്ഞ്. അപ്പോൾ ഇനിയിപ്പം എല്ലാം വെന്തു, എല്ലാം കഴിഞ്ഞ് ചോറ് ഊറ്റി. ഇനി എല്ലാവർക്കും ചോറൊക്കെ കൊടുത്താൽ മതി. അപ്പം നമ്മുടെ ഉച്ചക്കത്തെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു കേട്ടോ. ഇനി ഞാൻ പോയി കുറേ നേരം ഫാൻ്റെ കീഴിലൊന്നും ഇരിക്കട്ടെ. ഇനി ചില കാറ്റൊക്കെ കൊള്ളട്ടെ, ഭ്രാന്ത് പിടിക്കുക ആവി എടുത്തിട്ട്. ഇന്ന് മഴയുണ്ടെന്ന് തോന്നുന്നു, അതായിരിക്കും ഇത്രയും ചൂട്. അപ്പം ഞാൻ ഇനി കണ്ണന് വെച്ചു കിടക്കുന്ന ബഹളം അതെന്നാ നോക്കട്ടെ. ഡി എന്നാ നിങ്ങൾ തമ്മിലുള്ള രഹസ്യം എന്നാടാ? ഗീത ചേച്ചി നിനക്കൊരു കമൻറ്റ് ഇട്ടിട്ടുണ്ട്. നിന്റെ മുഖം നിറച്ചും കുരുവാണ്, പെൺപിള്ളേരൊക്കെ നിന്നെ നോക്കുന്നുണ്ട്. അച്ചു സത്യം പറഞ്ഞു കൊടുക്കണി ഗീത എൻ്റെ അടുത്ത്. പെൺപിള്ളേർ അവനെയാണോ നോക്കുന്നത്, അവൻ പെൺപിള്ളേരെയാണോ നോക്കുന്നതെന്ന് സത്യം പറഞ്ഞു കൊടുക്കണി. കൊച്ചു കാണാം, അവൻ്റെ ചിരി ഉണ്ടോ? അവൻ്റെ രഹസ്യങ്ങൾ മൊത്തം അറിയാന്ന് ഇവ കേട്ടോ. ഇവള് ഇടയ്ക്കിടയ്ക്ക് പറയും ഞാൻ അമ്മയോട് പറയട്ടെ എന്ന് പറയുമ്പോഴത്തേക്ക് അവൻ്റെ മുഖം മാറുന്ന കാണണം. നീ എന്നോടൊന്നും പറയല്ലേ? അമ്മയോട് പറഞ്ഞാ പിന്നെ അമ്മയാണെങ്കിൽ അത് തന്നെ പറഞ്ഞു. എന്തേലും ഒരു പ്രശ്നം ഉണ്ടായി അമ്മ അതെടുത്തിട്ട് അവനെ ഇതാക്കും. ഓ, നീ അവനെ ഇട്ട് ഇതാക്കുന്നില്ല അല്ലേടാ? ഞാൻ പറയുവാടാ, നീ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കും. അതിനാടാ എന്നിലൊക്കെ പറയടാ. എന്നെ കുറിച്ച് ഒരു കുറ്റം പറയുന്നില്ല.
എന്നെ പറ്റിച്ചതാ. ഞാൻ പറ്റിച്ചൊന്നുമില്ല, അച്ഛനെ കടയിൽ പോകണ്ടെന്ന് പിന്നെ പറഞ്ഞു. പിന്നെ അമ്മയ്ക്ക് അച്ഛനോട് ചോദിച്ചിട്ട് എന്നോട് പറഞ്ഞാൽ പോരാ. ഞാൻ ചോദിച്ചതായിരുന്നു, ചോദിച്ചപ്പോഴത്തേക്ക് എന്നോട് വഴക്ക് പറഞ്ഞു, നീ കാല് വേദനയായിക്കൊണ്ട് എന്തിനാ പോകുന്നതെന്ന് ചോദിച്ചു. ഞാൻ അച്ഛൻ്റെ മുമ്പിൽ ഞാൻ ചോദിച്ചു കാലുവേദന കുറവുണ്ടെന്ന് പറയാൻ പറഞ്ഞപ്പോൾ അമ്മ എന്തുകൊണ്ട് പറഞ്ഞില്ല. നാളെ ആശുപത്രി പോകാനിട്ടുള്ള, ഇന്ന് കാലുവേദന കുറവുണ്ടെന്ന് പറഞ്ഞ് നാളെ ആശുപത്രി പോയില്ലേ ഞാൻ അനുഭവിക്കുന്നത് കേട്ടോ. കൊള്ളാം, നല്ല തന്നെയല്ല, അച്ഛൻ്റെ അടുത്ത് കള്ളം പറയരുത്. നല്ലതാ. നിങ്ങൾ കള്ളം പറയും ഞങ്ങളുടെ രണ്ടുപേരുടെ അടുത്ത്, പക്ഷെ ഞാൻ പറയത്തില്ല. നിനക്ക് എന്നാ സത്യം പറ മേടിക്കേണ്ടത് പറ. കുറെ സാധനം മേടിക്കണം. എന്നാ കുറച്ച് വിഷുവിൻ്റെ കുറേ പൈസയും ഉണ്ട്, അത് കൈ കിട്ടിയപ്പോൾ തൊട്ട് കിടന്ന ആളുകൾ എൻ്റെ അടുത്ത് കിടന്ന്. നീ എന്നാ സ്കൂട്ടറും കൊണ്ട് പോയി മേടിച്ചോണ്ടോ? എന്നാ നീ വരാവോ? മണിമലത്ത് കടയുടെ പുറകെ സ്കൂട്ടർ വെച്ചിട്ട് പോകണം. വരാവോ? വരത്തില്ലല്ലോ. നീ വരത്തില്ലേ? സ്കൂട്ടറിന് പുറകെ ഇരുന്ന്, അല്ല രണ്ടുപേർക്ക് ഒന്നിച്ചിരുന്ന് ഓടിക്കാൻ പറ്റത്തില്ലല്ലോ. നീ വരത്തില്ലല്ലോ. എന്നാത്തിന് എന്നതാടി അവള്, നീ ഇപ്പൊ വരത്തില്ലെന്നപ്പോ അവള് അച്ഛനായിട്ട് അയച്ചു കൊടുക്കാൻ പോകുന്നു. കുഴപ്പമില്ലല്ലോ. കണ്ണാ, നീയും അച്ഛനും തമ്മിൽ വല്ല തെറ്റുന്ന കാര്യമാണെങ്കിൽ പിന്നെ ഒരിക്കലും നിങ്ങൾ ഒന്നാകുകയല്ല കേട്ടോ. എന്നാ കണ്ണ എന്നോടുള്ള സത്യം പറയടാ. നീ എൻ്റെ മുഖത്തോട് നോക്കിയണ്ണ, നീ എൻ്റെ കണ്ണി നോക്കിയേ കണ്ണ. അയച്ചേക്കട്ടെ. എനിക്ക് മനസ്സിലായി എന്നതോ കള്ളത്തരമുണ്ടേ. ആ കണ്ണ എൻ്റെ കണ്ണി നോക്കി, അവനെൻ്റെ കണ്ണി നോക്കാതിരിക്കുന്ന കണ്ടോ. അവൻ്റെ കള്ളത്തരമൊക്കെ ഞാൻ കണ്ടുപിടിക്കുന്നവനറിയാം, അതുകൊണ്ടാ. ഇനി എനിക്ക് വയ്യടി, വെയിലൊക്കെ കൊണ്ട് ഞാനങ്ങ് ക്ഷീണിച്ചു. അച്ഛൻ പോകണ്ടാന്ന് പറഞ്ഞെടുത്ത് അമ്മ ചെല്ല എന്നിട്ട് എന്നെ വഴക്ക് കേൾപ്പിക്കണം അല്ലേ. നീയായിട്ട് കൂട്ടുകൂടുന്നില്ല, ഞാൻ നിങ്ങളോട് രണ്ടുപേരോടും പിണങ്ങി, അപ്പം എനിക്ക് സമാധാനം കിട്ടും. എൻ്റെ ദൈവമേ പൊടി നുണച്ചത് എനിക്കൊന്നും അറിയില്ല. ഇതൊക്കെ എനിക്കൂടെ പാരയാണ്. അപ്പം നമ്മുടെ വിശേഷങ്ങളൊക്കെ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. ഇന്നത്തെ വീഡിയോസൊക്കെ അവസാനിപ്പിക്കാൻ സമയമായിട്ടുണ്ട്. അടുത്ത വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിലൂടെ കാണാമേ. അപ്പം മറക്കണ്ട, ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. ഈ രണ്ട് പിള്ളേരുടെയും പ്രശ്നം ഒന്ന് പരിഹരിക്കട്ടെ. എന്തൊക്കെയോ രഹസ്യങ്ങൾ ഇവർക്കിടയിലുണ്ട്, അതെല്ലാം ഒന്ന് ചെകഞ്ഞെടുക്കട്ടെ. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിലൂടെ കാണാമേ.